അങ്ങനെ നമ്മുടെ മാർച്ച് 12 എത്തിയിട്ടോ. ചെനക്കത്തൂർ പൂരമാണ് നമ്മുടെ സ്വന്തം പൂരം. ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളിത് ആ അമ്പലത്തിലെത്തിയിട്ടോ. തൊഴാൻ വേണ്ടി വന്നതാണ്. ക്യൂ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയിട്ടോ. ഇന്നൊന്നും ക്യൂവിൽ നമുക്ക് കയറി തൊഴാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പുറത്ത് നിന്ന് തൊഴുക ചെയ്തത്. കയറിയപ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണിതാ ടോയ്സിലോട്ടൊക്കെ കൊണ്ട് അവൻ അവിടെ നിന്നു. പിന്നെ രഞ്ജു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം മീറ്റ് ചെയ്തു. പൂരത്തിന് വന്നാൽ മുല്ലപ്പൂ നിർബന്ധമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ മുളത്തിന് 10 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ വേഗം മുല്ലപ്പൂ ഏട്ടൻ മേടിച്ചെന്ന് ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ചു കേട്ടോ. അത് അമ്മയുടെ ഫേവറേറ്റ് മുല്ലപ്പൂവാണ്. കാക്കപ്പൂ എന്ന് പറയുന്നതിന് പേരെന്താ പറയാമെന്ന് നിങ്ങൾ പറയൂട്ടോ. ബാംഗ്ലൂർ മുല്ല എന്നും പറയൂ കേട്ടോ. പിന്നെ ഞാനും അമ്മയും രഞ്ജും ഏട്ടനും അങ്ങനെ ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനെ നിന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമുക്കൊരു കല്യാണം അങ്ങനെയൊക്കെയുള്ളൊരു ഫീലാണ് കേട്ടോ നമുക്കൊരു പൂരത്തിൻ്റെ ദിവസം തോന്നാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊരു ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ വന്ന് ധാവണിയൊക്കെ കൊടുത്തിട്ട്. പിന്നെ എൻ്റെ കണ്ണ് പോകുന്നത് കമ്മലിക്കാണ് കേട്ടോ. ഒരുപാട് തരം കമ്മലുകളുണ്ട്. ഇപ്രാവശ്യം അതിനൊക്കെ ഒരു 100 രൂപയായി, അല്ലെങ്കിൽ ഒരു 50-30 ഉണ്ടാവാറുള്ളൂ. അങ്ങനത്തെ കമ്മലും ഉണ്ട്. ഞാൻ പക്ഷെ കുറച്ച് വലിയ ടൈപ്പ് കമ്മലാണ് കേട്ടോ എടുത്തത്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് മൈലാഞ്ചിയാണ് കേട്ടോ. പൂരായ ഇതില്ലാതെ എന്തെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു അവസ്ഥ. അപ്പോൾ വേഗം മൈലാഞ്ചി ഇടാനൊക്കെ ഞാൻ റെഡി ആയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ. അവർ മൈലാഞ്ചി ഇട്ട് തരുമ്പോൾ ഒരുപാട് കൈ നിറച്ചിട്ട് തരും കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഇട്ട് തരുമെന്ന് ചോദിച്ചതായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മുടെ കാര്യം നടക്കണ പോലെയല്ലേ. അങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇട്ട് ഹാപ്പി ആയി. ഇനി അടുത്ത വ്ളോഗ് താഴെ വരും.